ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എം സിഗ്മ ഗൂഗിളും സ്കോ കരിയർ ഹബ് സീരീസ്. സോ ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു മഹാരത്ന കമ്പനിയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ആളുകൾക്കും അറിയായിരിക്കും, കാരണം അവർക്ക് ചെയിൻ ഓഫ് പെട്രോൾ പമ്പ്സ് ഹിന്ദുസ്ഥാൻ പെട്രോളിയംസ് നിങ്ങൾക്ക് ഓൾ ഓവർ ഇന്ത്യ കാണാൻ പറ്റും. ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നിങ്ങൾക്ക് നമ്മളെല്ലാവരും ഫെമിലിയർ ആയിരിക്കും. സോ അവിടെ എഞ്ചിനീയർ പോസ്റ്റിന്റെ വേക്കൻസി ഇപ്പോൾ വന്നിട്ടുണ്ട്. അവർ എടുക്കുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് ഓഫീസർ E2 ഗ്രേഡ് ആണ്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിപ്പം ഞങ്ങളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സാധാരണഗതിയിൽ ഇത്രയും കാലം അവർ എടുത്തുകൊണ്ടിരുന്നത് ഗേറ്റ് വഴിയായിരുന്നു. ഗേറ്റ് എക്സാം ക്വാളിഫൈ ചെയ്ത കുട്ടികൾ, ക്വാളിഫൈ ചെയ്തല്ല നല്ല മാർക്കിൽ വന്ന കുട്ടികൾ മാത്രം അവർ ഒരു ഷോർട്ടിൽ ഒരു മാർക്ക് പറയും, അതിന്റെ മേലോട്ട് കുട്ടികൾക്ക് മാത്രം അപ്ലൈ ചെയ്യാം. അതിൽ അവർ ഇന്റർവ്യൂ ചെയ്തെടുക്കുന്നതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന രീതി. ബട്ട് ഈ പ്രാവശ്യം ദർ ഇസ് എ സ്ലൈറ്റ് ചേഞ്ച്. അതായത് ഗേറ്റ് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് എക്സാം നടത്തുന്നുണ്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിയം. അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തിട്ട് പുതുതായിട്ട് അപ്ലൈ ചെയ്തിട്ട് പോയിട്ട് എഴുതാം. അതായത് ഫ്രഷ് ആയിട്ട് ഗേറ്റ് 2025 യാതൊരു വിധ അതിന്റെ മാർക്കോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് പഠിക്കാം. ഓൾമോസ്റ്റ് സിലബസ് സെയിം ആണ്. അപ്പൊ നിങ്ങൾ ഗേറ്റ് 2025 പ്രിപ്പയർ ചെയ്ത ഒരാളാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാം. അതിനുള്ള എല്ലാ സപ്പോർട്ടും നമ്മളെ ഭാഗത്തുണ്ടാവും, അത് പറയാം. സോ ഇന്ന് നമ്മുടെ കൂടെ ഡോക്ടർ കെ രംഗനാഥൻ സാറുണ്ട്. സാറാണ് നമ്മുടെ ഈ കോർ കരിയർ ഹബിന്റെ ചീഫ് പാറ്റേൺ. സാറാണ് ഈ മൊത്തം ഇന്ത്യയിൽ ഇന്ന് ഓൾമോസ്റ്റ് ഇറങ്ങുന്ന എല്ലാ എഞ്ചിനീയറിംഗ് നോട്ട്, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ചാനൽ എഞ്ചിനീയറിംഗ് 4 ഇയർ ബിടെക് ഡിഗ്രി വെച്ച് എഴുതാൻ പറ്റിയ എക്സാംസ് മാത്രമാണ് നിങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്നത്. ഇഷ്ടംപോലെ ജോബ് ഞങ്ങളെ മുന്നിൽ എത്തുന്നുണ്ടെങ്കിൽ സാർ അത് ഫിൽട്ടർ ചെയ്തിട്ട് ഇത് മാത്രമാണ് ഞങ്ങൾ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത്. ഓക്കെ, സോ സാറ് ISRL G ലെവൽ സയന്റിസ്റ്റ് ആയിരുന്നു. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ തോന്നി, ഞാൻ അതുകൊണ്ട് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല. നമ്മൾ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അത് മനസ്സിലാവും. ഓക്കെ, സോ ഇന്നും ഈ നോട്ടിഫിക്കേഷനിലും 1000-ലധികം വേക്കൻസി ഉണ്ടായിരുന്നു അല്ലേ സാർ? മോർ ദാൻ 1000 ഉണ്ടായിരുന്നു. അതിൽ പലത് ഡിപ്ലോമ, ITI, ഫൈനാൻസ്, സെക്യൂരിറ്റി, ലൈക്ക് ദാറ്റ് ഇറ്റ് വെന്റ്. நம்ம இன்ஜினியரிங் ஜாப் ஆப்பர்ச்சுனிட்டி ஃபார் BTech alone is extracted. സോ നമ്മൾ BTech മാത്രം എടുത്തിട്ടാണ് നിങ്ങൾ മുന്നിൽ കാണിക്കുന്നത്. ഈ സെയിം നോട്ടിഫിക്കേഷനിൽ ഈ ഡിപ്ലോമക്കാർക്കൊക്കെ ഉണ്ട് കേട്ടോ, അത് ഞങ്ങൾ പറയുന്നില്ല. സോ നിങ്ങൾ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, കെമിക്കൽ ഈ 4 കാറ്റഗറി പെട്ടാണെങ്കിൽ നിങ്ങൾക്കാണ് യൂസ്ഫുൾ ആകാൻ പോകുന്നത്. ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, സോ ഇത് പറഞ്ഞല്ലോ, നമ്മുടെ പോസ്റ്റിന്റെ പേര് HPCL ഓഫീസർ E2 ഗ്രേഡ് ആണ്. ഓഫീസർ E2 ഗ്രേഡ്. നമ്മൾ നമ്പർ ഓഫ് വേക്കൻസി ടോട്ടൽ എഞ്ചിനീയർ പോസ്റ്റ് മാത്രം 175 വേക്കൻസി ഉണ്ട്, 175. അത് തന്നെ മെക്കാനിക്കൽ മാത്രം 98 ഉണ്ട്, 98. വേർ ട്രിപ്പിൾ ഈസ് 35, ട്രിപ്പിളിക്ക് 35, കെമിക്കൽ 16, സിവിൽ എഞ്ചിനീയറിംഗ് 16, കെമിക്കൽ 26. ഓക്കെ, ഇത്രയും വേക്കൻസിയാണ് നമുക്ക് ഓൾ ഓവർ ഇന്ത്യ ഉള്ളത്. സോ ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് June 1 ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. സോ ഇന്ന് നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ June 6 ആണ്. സോ ഓൾറെഡി 6 ദിവസം കഴിഞ്ഞു. ഈ 30th ആണ് ലാസ്റ്റ് ഡേറ്റ്, June 30th ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഇതിന്റെ ഉള്ളിൽ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും പോയി അപ്ലൈ ചെയ്യുക. കാരണം ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. നിങ്ങൾക്ക് യാതൊരുവിധ പഴയ ഗേറ്റിന്റെ സ്കോറോ ഹിസ്റ്ററി ഒന്നും ഇവർ നോക്കുന്നില്ല. സോ ഉറപ്പായിട്ടും പോയിട്ട് അപ്ലൈ ചെയ്യുക. ഇതിൽ മാക്സിമം ഏജ് ലിമിറ്റ്, നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 25 ഇയേഴ്സ് കഴിയാൻ പാടില്ല, അതിന്റെ താഴോട്ടായിരിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ഈ ഡേറ്റിനായിരിക്കും അധികവും ചെക്ക് ചെയ്യുന്നുണ്ടാവും. ലാസ്റ്റ് ഡേറ്റ് ആവുന്നതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് 25 കഴിയാൻ പാടില്ല. ഓക്കെ, പിന്നെ ഇതിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉറപ്പായിട്ടും BTech ആണ്. നമ്മൾ അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈവൻ നിങ്ങളിപ്പോൾ ഫൈനൽ ഇയർ കഴിഞ്ഞു, അതായത് ഇപ്പൊ ജസ്റ്റ് റീസെന്റ് പാസ് ഔട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് മതി. ഇപ്പൊ നിങ്ങൾ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് കാര്യമൊന്നും വേണമെന്നില്ല. ഇന്റർവ്യൂ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ കയ്യിൽ അത് ഉണ്ടായിരുന്നാൽ മതി. ഉറപ്പായിട്ട് ആ സമയത്തുള്ള റിസൾട്ട് വരും. ഓക്കെ, പിന്നെ ഇത് അഡ്വർടൈസ്മെന്റ് നമ്പർ ആണ്. നിങ്ങൾക്ക് HPCL വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു അഡ്വർടൈസ്മെന്റ് നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കിട്ടും. ബട്ട് ഡോൺ വറി, നമ്മളെ കമ്മ്യൂണിറ്റി, ഞങ്ങൾ ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങൾ ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ്ലി നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. സോ നിങ്ങൾ വെബ്സൈറ്റ് കയറി സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ജോയിൻ ദ കമ്മ്യൂണിറ്റി, ഈവൻ വിൽ ബി ദെയർ ടു ഹെൽപ്പ് യു. ഇനി ആപ്ലിക്കേഷൻ ഫീസിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 1000 രൂപയും GST, അതായത് അറൗണ്ട് 1180 രൂപയാണ് നിങ്ങൾക്ക് വേണ്ടത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഓൾസോ നിങ്ങൾ SC ST ഓർ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് ഇല്ല, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സെലക്ഷൻ പ്രോസസ്സ് ഈ വർഷം ഗേറ്റ് എന്നല്ല, ഇവിടെ കൃത്യമായിട്ട് ആ ഒരു നമ്മുടെ നോട്ടിഫിക്കേഷനിലും പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, ഫോളോഡ് ബൈ എൻ ഇന്റർവ്യൂ. ഈവൻ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. പിന്നെ ഇതിൽ ചോദിക്കുന്ന എന്തൊക്കെ റൗണ്ട്സ് ആണ്, നമ്മൾ ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ നോളജ് ക്വസ്റ്റ്യൻസ്, പിന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. സോ റൗണ്ട് അല്ല, ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ നോളജ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പ്ലസ് പിന്നെ നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ GA ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ് ആൻഡ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. ഓക്കെ, അതാണ് GA വരുന്നത്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്. இந்த சிலபஸ் கேட்டு
എഞ്ചിനീയറിംഗ് അതേ സിലബസ് തന്നെ. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഓഫ് ഗേറ്റ് അതും ഇതേ തന്നെ. ഓക്കെ, കാറ്റിൽ പറഞ്ഞ ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെയിം സിലബസ്. ഓക്കെ, ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഫോർ ഇന്റർവ്യൂ നിങ്ങൾ എക്സാം എഴുതി ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ you will be provided a third AC ticket for attending the interview. And ഇതിൽ എക്സാം സെന്റർ എവിടെയാണ് എക്സാം സെന്റർ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം അത് എനിക്ക് തോന്നുന്നു അവർ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ എത്രത്തോളം ആളുകൾ അപ്ലൈ ചെയ്യുന്നു അതിൽ ഡെൻസിറ്റി കൂടിയ ഏരിയകളിൽ അവർ മേ ബി ഒരു സെന്റർ അലോട്ട് ചെയ്യുമായിരിക്കും. മേ ബി നിങ്ങളിപ്പോൾ കേരളത്തിൽ മുഴുവൻ അറ്റൻഡ് ചെയ്യാണ്, മേ ബി ട്രിവാൻഡ്രത്ത് ഒരു സെന്റർ തരാം, അല്ലെങ്കിൽ കൂടുതൽ കോഴിക്കോട് ഒരു സെന്റർ തരാം, അല്ലെ? സോ ദാറ്റ് ഇപ്പൊ എന്തായാലും വന്നിട്ടില്ല. നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യുക, ഓട്ടോമാറ്റിക്കലി അതിന് ശേഷം നിങ്ങൾ ഹാൾ ടിക്കറ്റിൽ സ്ഥലം എവിടെയാണെന്നുള്ള ഉണ്ടാവും. പിന്നെ ഇതാണ് നമ്മുടെ വെബ്സൈറ്റിൽ എവിടെയാണ് പോകേണ്ടതെന്നുള്ളത്. ആൻഡ് വൺ മോർ തിങ്, ഇമ്പോർട്ടൻറ്റ് തിങ്, സാലറി ബേസിക് പേ 50,000 ആണ്. നിങ്ങൾ റിട്ടയർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അറൌണ്ട് 16 lakhs വരെ ആവാം ആ ബേസിക് പേ. ഇപ്പൊ ഈ 50,000 പിന്നെ നിങ്ങൾക്ക് അതിന്റെ കൂടെ HRA മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കൂട്ടുമ്പോൾ കയ്യിൽ അറൌണ്ട് ഒരു 1 lakh above നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അവർ പറഞ്ഞിട്ടുണ്ട് ഒരു വർഷത്തേക്ക് 17.72 lakhs കിട്ടും അവർ അഡ്വർടൈസ്മെന്റ്. അതായത് ബേസിക് 50 ആണെങ്കിൽ നിങ്ങൾക്ക് അറൌണ്ട് 17 points, മോർ ദാൻ 1.5 lakhs എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഇൻ ഹാൻഡ് സാലറി ആയിട്ട് കിട്ടുന്നുണ്ടാവും. സോ സി, നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളൊരു പ്രൈവറ്റ് സെക്ടറിൽ ജോലി, ഒരു ബിടെക് 4 വർഷത്തെ ഡിഗ്രി പഠനം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു നല്ല കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങും, CET പോലത്തെ ഒരു കോളേജിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന ഒരു ആവറേജ് കുട്ടിക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ 40,000 50,000. ഈവൻ അവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് പോകുന്നത് 34, കഴിഞ്ഞ വർഷം പോയത് 34 LP ആണെങ്കിൽ അവിടെ ഒരു നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് ഒരു 16-17 ഒക്കെയാണ് മാക്സിമം CET എന്ന് പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, CET എന്ന് പോകുന്നത്. ഈവൻ NITയിൽ ആവറേജ് പാക്കേജ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് അറൌണ്ട് 10 to 12 LP ആണ്. ഇവിടെ നിങ്ങൾ ഏത് കോളേജ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏത് കോളേജിലും പഠിച്ചോ, നിങ്ങളുടെ കോളേജ് ഇവിടെ പ്രശ്നമല്ല. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാലറി എത്ര? 17.72 lakhs. എങ്ങനെ ഇത് പോസിബിൾ ആവുന്നത്? ജസ്റ്റ് വിത്ത് എൻ എക്സാം, ജസ്റ്റ് ബൈ പ്രിപ്പയറിംഗ് ആൻ എക്സാം ഫോർ ഗേറ്റ്. നിങ്ങൾ ഗേറ്റ് പോലത്തെ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര എക്സാംസ്, നമ്മൾ ഈ ചാനൽ എത്ര എക്സാം നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്നു, ഇതൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തൂടെ? ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും നിങ്ങൾക്ക് കിട്ടത്തില്ലേ? നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഗേറ്റിന് ഒരു സെക്കൻഡ് ഇയർ 3rd year എന്നൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഈവൻ ഫൈനൽ ഇയർ നിങ്ങൾ ഇന്റൻസീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് കഴിഞ്ഞ് ഇത്രയും എക്സാം എഴുതി കഴിഞ്ഞാൽ ഒന്നെങ്കിലും കിട്ടത്തില്ലേ? ഉറപ്പായിട്ടും കിട്ടത്തില്ലേ? സോ ഗേറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് സൊല്യൂഷൻ. ആ ഒരു സിലബസിന് വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയിൽ, ഈവൻ ഗേറ്റ് വെച്ച് നിങ്ങൾക്ക് എംടെക്കിന് പോകും, അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയിൽ വന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് യു കൻ ലിവ്. ഓക്കെ, എനിവേ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഫീൽ ഫ്രീ ടു കോൺടാക്ട് us. വിൽ ബി വെരി ഹാപ്പി ടു ഹെൽപ്പ് യു. താങ്ക് യു.